ആ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കണ്ട, ഉടൻ നമുക്കൊരു ഐ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഐ ഫോക്കസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നു. ഞാൻ ഗിരിധർ ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പോഴാണ് ഇതെന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറയുന്നത് എൻ്റെ ഈ കണ്ണിൽ എഡിമ ഓൺ റൈറ്റ് ഐ എന്ന് പറഞ്ഞത്. അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റും ഇങ്ങനെ കണ്ണീർ ഗ്രന്ഥിക്കൊരു നീർവീക്കം ഉണ്ടായി, കണ്ണീർ ഗ്രന്ഥി ഇങ്ങനെ വീർത്ത് വീർത്ത് വരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം, ഉടനൊന്നും ഈ അവസ്ഥ മാറില്ല, എങ്ങനെ പോയാലും വളരെ സമാധാനമായിട്ടൊരു 2-3 ആഴ്ച ഇതിൻ്റെ പുറത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആക്ച്വലി എൻ്റെ സമാധാനം മുഴുവൻ പോയത് അപ്പോഴാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകൾ ആ സമയത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂസ് നടക്കുന്നു. അതുപോലെ ആപ് കൈസേ ഹോ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നു, നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനുകൾ നടക്കുന്നു, ഇതെല്ലാം മുന്നിൽ നിൽക്കുകയാണ്.